എല്ലാവർക്കും പ്ലോട്ട് അൺഫോൾഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അലൻ. ഞാൻ ബിജോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേട്ടയൻ എന്ന സിനിമയുടെ ട്രെയിലർ റിയാക്ഷനാണ്. പടം 10-ാം തീയതിയാണ് റിലീസാവുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിലർ ഉണ്ടല്ലോ, കണ്ടേക്കാം. ഓക്കെ. പ്രൊട്ടസ്റ്റ് ആണല്ലോ. ലൈറ്റ് പ്രൊഡക്ഷൻസ് പോലീസ് സ്റ്റോറി. പോലീസ് സ്റ്റോറിയാ. അത് വൈറലായി. இதுதான் கிரிமினலோட ஐடென்டிட்டின்னு எதையும் ஐசோலேட் பண்ணி சொல்ல முடியல சார். ஸ்டூடெண்டா ஆனோ காலேஜ் ஸ்டூடெண்ட். ஒரு வாரத்துல என்கவுண்டர் பண்ணியா தேவையில்லை சார். தலைவர் ஒரே நாள்ல டிபார்ட்மெண்ட் நல்ல பேர் வரும். தலைவர் പോലീസ് വേഷത്തിൽ വന്നിട്ട് കുറച്ച് ആളായിരുന്നു. അല്ല, ജയിലറിൽ പോലീസായിരുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. நேரத்தோட மதிப்பு தெரிஞ்ச ஒருத்தன் தான் சாதிக்க முடியும். റാണ ദഗപതി. ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നതാ. എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പം. ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തത്. അൻപത് ആക്ഷൻ, വിക്രത്തിന്റെ ആക്ഷൻ ചെയ്തത്. அநியாயம் நடக்கும்போது போலீஸ் அமைதியா இருக்கிறத விட அதிகாரத்தை கையில் தப்பில்லை சார். ജയിലുണ്ട്, ഫൈറ്റും ഉണ്ട്. മ്യൂസിക്കൽ അത് പിന്നെ വേട്ടയ്യൻ. நீங்க என்ன எந்த போஸ்ட்ல தூக்கி அடிச்சாலும் அதே போலீஸ்காரன் தான். വക്കീൽ അതേ ஆரோக்கியம் காப்பாற்ற முடியாது. ജസ്റ്റിസ് ഉണ്ട്. TG ജ്ഞാന കൽപ്പന ഡയറക്ടർ ബൈ ഒക്ടോബർ 10. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത പടം ഒക്ടോബർ 10-ാം തീയതിയാണ് റിലീസാകാൻ പോണത്. ട്രെയിലർ ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം 10-ാം തീയതി നമുക്ക് നല്ല പടമായിരിക്കും. നല്ല പ്രതീക്ഷയുണ്ട്. ട്രെയിലർ ഉണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. നല്ല പടമായിരിക്കും. ഇത് ലാൽസലാമാന്ന് തോന്നുന്നു. രജനീകാന്തിന്റെ അവസാനം ഇറങ്ങി ലാൽസലാം അല്ലേ? ലാൽസലാം എന്ന് പറഞ്ഞ സിനിമ തോന്നുന്നു. നീ കണ്ടില്ലല്ലേ? ലാൽസലാം എന്ന് പറഞ്ഞ സിനിമ തോന്നുന്നു. ജയിലർ കഴിഞ്ഞിട്ട് ലാൽസലാം ഇറങ്ങി. ഇത് നല്ല പ്രതീക്ഷയുണ്ട് പടത്തില്. അപ്പോൾ 10-ാം തീയതി എല്ലാവർക്കും കാണാം. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിലർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ടാണ് അല്ലേ?